നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ഡേറ്റ, ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എവിടെ തിരിഞ്ഞു നോക്കിയാലും എങ്ങനെയെങ്കിലുമൊക്കെ ഡേറ്റ കളക്ഷൻസ് ആണ് അല്ലേ? ഈ പറയുന്ന ഡേറ്റയിലാണ് ഇന്നത്തെ ലോകം തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാം. വലിയ വലിയ കമ്പനികളായ ടെസ്ല, സ്പേസ് എക്സ് മുതൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കട വരെയും ഈ പറയുന്ന ഡേറ്റയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു കസ്റ്റമറിന് വേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടുന്ന ഡേറ്റ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു സയൻറ്റിഫിക്കലി ഒരു അറിവുണ്ടാവണം എന്നില്ല. എന്നാൽ അങ്ങനെ അറിവുള്ളവർക്ക് മാത്രമേ ഒരു കമ്പനിയെയോ ഒരു ബിസിനസ്സിനെയോ പല കാര്യങ്ങളെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? ഇന്ന് നമ്മൾ ഏത് സെക്ടർ എടുത്താലും, അത് ഫിനാൻഷ്യൽ സെക്ടർ ആയിക്കോട്ടെ, ഹെൽത്ത് സെക്ടർ ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ഏത് മേഖലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഡേറ്റ ഡ്രിവൺ ഇൻ്റലിജൻസിലാണ് അത് മുന്നോട്ട് പോകുന്നത്. കുറേ റോ ആയിട്ടുള്ള ഡേറ്റ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല അല്ലേ? ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട്, നിങ്ങൾ ഇത്ര രൂപ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയധികം ആൾക്കാരുടെ ഡേറ്റ നിങ്ങൾക്ക് തരാം, സോ യു ക്യാൻ യൂസ് ഇറ്റ് അല്ലേ? പലപ്പോഴും ആൾക്കാർ അങ്ങനെ വാങ്ങിക്കാറുമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാത്തൊരവസ്ഥയാണ്. ഓക്കെ, ഇതൊരു നിസ്സാരമായ കാര്യമാണ്. അപ്പം ഒരു വലിയ കമ്പനിയുടെ കാര്യമോ അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സിൻ്റെ കാര്യമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഈ പറയുന്ന റോ ഡേറ്റയെ എങ്ങനെ ഒരു സ്ട്രാറ്റജിക് ബിസിനസ് ഔട്ട്കമ്മിലേക്ക് കൊണ്ടുവരാം എന്ന് പഠിക്കുകയും അല്ലെങ്കിൽ അതിനെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കരിയറാണ് അല്ലേ? ഇപ്പോഴും ആ പറയുന്നതിന് ഡിമാൻഡുള്ള കരിയറാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഡേറ്റ സയൻറ്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സ് പഠിക്കാനായിട്ട് കുട്ടികൾ താല്പര്യപ്പെടാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പം എല്ലാ +2 പഠിക്കുന്ന കുട്ടികൾക്കും ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് IIM ബാംഗ്ലൂർ നടത്തിയിട്ടുണ്ട്. എന്താണെന്നല്ലേ? BSc ഡേറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് IIM ബാംഗ്ലൂർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, IIM ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളത് എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റ് സ്കൂൾ അല്ലേ? ഇപ്പോൾ തന്നെ ആ വാക്ക് പറഞ്ഞപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്താണ്? ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് എല്ലാവരുടെ മനസ്സിലുമുള്ളത്. അവിടെ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഈ പറയുന്ന ഡേറ്റ സയൻസ് പഠിക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +2 പഠിക്കുന്ന ഏത് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. ഏത് സ്ട്രീമെന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. ഇനി സയൻസ് ആണെങ്കിലും മാത്സ് ഉണ്ടാവണം, ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും മാത്സ് ഉണ്ടാവണം, കൊമേഴ്സ് ആണെങ്കിലും മാത്സ് ഉണ്ടാവണം. സോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എനി സ്ട്രീം എന്ന് പറയുന്നു, പിന്നെ എന്തിനാണ് മാത്സ് എന്ന ആൾക്കാർ ചോദിക്കും. കാരണം അവർ ഒരുപാട് അനാലിസിസ് നടത്തി നാളെ ഒരു ജോബ് മാർക്കറ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാണ് ഈ പറയുന്ന കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ കരിക്കുലം പ്രകാരം മാത്തമെറ്റിക്സ് അറിയാത്തൊരു കുട്ടിക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന IIMൽ ഡേറ്റ സയൻസ് പഠിക്കുക എന്നുള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ് ഈ പറയുന്ന ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, IIM ബാംഗ്ലൂരിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് അവരുടെ സിലബസ്, എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. സോ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ഭാവിയുടെ ഒരു ജോലിയാണ്. അപ്പം അങ്ങനെ ഒരു ജോലി തേടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ്. IIM ബാംഗ്ലൂരിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ബിയോണ്ട് അക്കാഡമിക്സ് IIM ബാംഗ്ലൂർ ഒരു കുട്ടിക്ക് എന്താണ് നൽകുന്നത്? അവർക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നൽകുന്നത്. അവർക്ക് ഇന്നവേറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം അവിടെയുണ്ട്.
ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവിടെ കിട്ടുന്നുണ്ട്, ഒരു ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ഐഡിയാസ്, ഇതിനെല്ലാമുള്ളൊരു സാഹചര്യവും IIM ബാംഗ്ലൂർ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഡേറ്റാ സയൻസ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് IIM ബാംഗ്ലൂരിനെ ഇനി മുതൽ പറയാം.